ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനുണ്ടല്ലോ എൻ്റെ ഓരോ ക്രോഷ്യറ്റ് ജേണി ചെയ്യാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തതും ഇത് പഠിച്ചതും അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റത്തെ ഓർഡറും പേയ്മെൻറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി. അതായത് ഇപ്പോൾ ക്രോഷ്യൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചു തരുന്ന മക്കൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കണം. ഇതേപോലത്തെ കുഞ്ഞൊരു ടോയ്സിൽ നിന്ന് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതേവരെ ഇതുപോലുള്ള ടോയ്സും ഡ്രസ്സസും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയെന്നുള്ളത് വരെ ഞാൻ പറയാം. 2024 ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യ എന്താണെന്നുള്ള അല്ലെങ്കിൽ ക്രോഷ്യ എന്നുള്ള ഒരു പേര് കേൾക്കുന്നത്. അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ അറിയണ്ടായിരുന്നില്ല. എനിക്ക് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ. അതായത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് മോൻക്കൊരു 6 മാസമൊക്കെയുള്ള ടൈമിൽ ഞാൻ ജസ്റ്റ് ഇതേക്കുറിച്ച് ഇങ്ങനെ അറിയുന്നതും അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ച ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, എനിക്ക് ക്രാഫ്റ്റായിട്ട് നല്ലൊരു അടുപ്പുള്ളത് കാരണം എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രോഷ്യ അതേപോലെ തന്നെ മാക്രമേ ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഇതിലിങ്ങനെ താന്നും പൊന്തി നിന്നിരുന്നത്. അങ്ങനെ രണ്ടിനെയും കുറിച്ച് അന്വേഷിച്ച ടൈമിൽ മാക്രമേ ചെയ്യുന്ന ടൈമിൽ യാണിന് ഭയങ്കര വേസ്റ്റേജ് വരുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതെടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഉണ്ടായിരുന്നത് എങ്ങനെ പഠിക്കും അല്ലെങ്കിൽ ഇന്നാര് പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു. ആ ടൈമിലൊന്നും മലയാളീസൊന്നും ക്രോഷ്യ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഈ ചുറ്റുപാടിലുള്ള ആരും. അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞു തരാൻ ഒരാളില്ലാണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയ ടൈമിൽ യാണെന്താ ഹുക്കെന്താ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് പഠിക്കാമെന്നുള്ള ഒരു രീതിയിലെത്തി. ഞാൻ കുറേ പേരുമായിട്ട് സംസാരിച്ചു. എല്ലാവരും 6000 7000 ഒക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് പഠിച്ചിട്ട് ആ ഒരു പേയ്മെൻറ്റ് പിന്നെ എനിക്ക് തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, എനിക്കിത് പഠിക്കുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലാസ്റ്റ് പിന്നെയും കുറേപാട് അന്വേഷിച്ചു. അങ്ങനെയാണ് എനിക്ക് മലയാളത്തിലുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടായിരുന്നു, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്രോഷ്യ എന്നുള്ളൊരു പേജ് കാണാനിടയായി. അപ്പോൾ അവരോട് സംസാരിച്ച ടൈമിൽ 5000 ആണ് അവർ പേയ്മെൻറ്റ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് അവരെനിക്ക് നാളെ 500-ന് ചെയ്തുതരാൻ പറ്റും, മെറ്റീരിയൽ ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെടുത്തുനിന്ന് ഞാൻ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തു. അവർ 24-നായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 1 മന്ത് കോഴ്സ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്യിലൊക്കെ പെയിന് വന്നിട്ട് ഇവിടെയൊക്കെ നല്ല നീര് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെയിനായിരുന്നു, കാരണം അത്രയ്ക്ക് ടൈറ്റായിട്ടാണ് ഞാൻ ഹുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് ഞങ്ങൾ മേമ മലയാളി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ക്ലാസ് മലയാളത്തിലായിരിക്കുമെന്ന്. ഞാനൊന്നും അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ക്ലാസ്സൊക്കെ വിട്ടിരുന്ന ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ക്ലാസ് ഇംഗ്ലീഷിലായിരുന്നു എന്നുള്ളത്. മാത്രമല്ല എനിക്ക് വീഡിയോസ് അയച്ചു തരുന്ന ടൈമിൽ എനിക്കൊട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല വീഡിയോ. അതായത് എനിക്കത് മനസ്സിലാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 1 മന്ത് കോഴ്സ് കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. ഞാൻ പിന്നെ സ്വന്തമായിട്ട് യാൺസ് മേടിക്കാൻ തുടങ്ങി. മാജിക് നീഡിൽ എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ യാൺസ് മേടിക്കാൻ തുടങ്ങിയത്. നല്ല യാണാണ് കേട്ടോ. അവരുടെ യാണിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതായിട്ട് ചെയ്യുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ വേസ്റ്റ് ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടല്ലെങ്കിൽ കൂടെ കുറേയൊക്കെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ടൈമിലൊക്കെ അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരു ഡോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പാർട്ടും ചെയ്തതിന് ലാസ്റ്റാണ് നമ്മൾ ഫേസ് ഡീറ്റെയിലിംഗ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്തിട്ട് ഫേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബോറ് തോന്നിക്കഴിഞ്ഞാൽ ഈ ചെയ്തത് ഫുള്ള് വേസ്റ്റ് ആവും. അതായത് അത്രയും വൃത്തികേടാവും. ഇവിടെ ഭംഗിയുണ്ടല്ലോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഫസ്റ്റൊക്കെ രാത്രി 3 മണി 4 മണി വരെയൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു. കാരണം ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും, അതായത് ഉറക്കമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നും വേണ്ട. ഇതിങ്ങനെ നമ്മളിതിന് അഡിക്റ്റ് ആവും. സത്യം പറഞ്ഞാൽ എനിക്കത് ക്രാഫ്റ്റൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്.
ഇതിൽക്കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നൂല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒക്കെ പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എനിക്ക് ഓർഡർ കിട്ടിയിട്ട് ആ ഒരു പാറ്റേൺ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു പാറ്റേൺ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസായിട്ടും ഫോട്ടോസൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴേ നിങ്ങൾക്ക് അതിന് ഓർഡേഴ്സ് കിട്ടുള്ളൂ. അതല്ലാണ്ട് ഓർഡേഴ്സ് കിട്ടിയിട്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഓരോന്ന് അവിടുന്നും ഇവിടുന്നും ഒക്കെ നോക്കിയിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓർഡേഴ്സ് വന്നു തുടങ്ങി. അതും എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഓർഡർ ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം ഞാൻ പോലും അറിയാത്ത ഒരാൾ എൻ്റെ റീല് കണ്ടിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു ഓർഡർ. ആ ഒരു ടൈമിൽ എനിക്കെൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് മാത്രമല്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളാണ് ഇതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്, മറ്റുള്ളവരല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര റേറ്റ് ഇടുന്നത് എന്നുള്ളത്. ഇതിലുള്ള ഓരോ സ്റ്റിച്ചും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്ര കുഞ്ഞു കുഞ്ഞ സ്റ്റിച്ചസ് ആണ്. ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും. അപ്പം നമ്മളുടെ അത്രയും ടൈമും എഫേർട്ടും കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിനുള്ളൊരു എമൗണ്ട് ഇടണം. അല്ലെങ്കിൽ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്ന ഒരു വസ്തുവിന് എത്ര പേയ്മെൻറ്റ് ഇടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റിൽ മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിനും ചീപ്പായിട്ട് ചിലപ്പോൾ മറ്റു പലയിടത്തുനിന്നും കിട്ടുന്നുണ്ടാവും, അത് മേടിക്കാം. പക്ഷേ അതിൽ ചിലപ്പം ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ എന്താ പറയുക, ചെയ്യുന്ന വർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം മേ ബി. ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ടൈമിൽ. എൻ്റെ അടുത്ത് ഒരു മെറ്റീരിയൽസും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്യുമെന്നോ എനിക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഓർഡർ പെട്ടെന്ന് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു ഡോളാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 1300 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു മെറ്റീരിയലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി കുറേ ക്രാഫ്റ്റ് ഷോപ്പിൽ കയറി ഇറങ്ങി അന്ന്. കാരണം എവിടെയും ആ ഒരു സൈസിലുള്ള ബോക്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ബോക്സൊക്കെ കണ്ടുപിടിച്ച് അന്നേ ദിവസം തന്നെ കൊറിയർ ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു സംഭവം കൊറിയർ ചെയ്യുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുടെ കയ്യിൽ കിട്ടിയിട്ട് ആൾക്ക് ഹസ്ബൻഡ് വൈഫിനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡോള് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആളുടെ കയ്യിൽ കിട്ടിയിട്ട് അവരൊരു റിവ്യൂ പറയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അത് അവരുടെ കയ്യിൽ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അത് അവരുടെ കയ്യിൽ കിട്ടി. അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫോട്ടോ അയച്ചെന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി, അത്രയ്ക്ക് സന്തോഷം തോന്നി. പിന്നെ ഓർഡേഴ്സൊക്കെ വരൽ തുടങ്ങി. നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ റീൽസൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഓർഡേഴ്സ് വന്നു തുടങ്ങി. പിന്നെ ആൾക്കാർ കസ്റ്റം ഓർഡേഴ്സ് ചോദിച്ചു തുടങ്ങി. കുറേയൊക്കെ ശരിയാവും, കുറേ അയച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. എന്നാലും അത് അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം. നമ്മൾ അത്രയും നേരം ചെയ്തിട്ടുള്ള ഒരു എഫേർട്ടൊക്കെ ഒന്നും അല്ലാണ്ടാവും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വർക്ക് കാണുമ്പോൾ. അങ്ങനെ പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വന്നു. ഒരുപാട് ധൃതി പിടിച്ചിട്ടും അല്ലാണ്ടും ഒക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോ ഓർഡേഴ്സും പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിതുവരെ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും അത്രയ്ക്ക് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. എന്തുകൊണ്ടും എൻ്റെ ഒരു ക്രോഷ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന കാര്യം തന്നെയാണ്. എപ്പോഴും ഞാൻ കുറേ പേരുടെ മനസ്സിൽ ഞാൻ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു ക്രോഷ്യൻ്റെ പേരിലാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ അല്ലെങ്കിൽ കൂടെ എൻ്റെ വർക്കിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി എനിക്ക് എൻ്റെ ക്രോഷ്യയും ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട്. എൻ്റെ വർക്കാണെങ്കിലും എൻ്റെ വർക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാതും ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റണില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ക്രോഷ്യറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗ് കൂടി ചെയ്യണമെന്നുണ്ട്. ഞാൻ അതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു ജേർണിയുടെ ഭാഗമാവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിൽ ഒരുപാട് നന്ദിയുണ്ട്.
ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. പിന്നെ ഇതേപോലത്തെ ക്രോഷറ്റ് ജേർണി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ക്രോഷറ്റ് വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.